എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി പഴംപൊരിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പഴംപൊരി പോലെയല്ല, അതിനേക്കാളും കൂടുതൽ ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി പഴംപൊരിൻ്റെ റെസിപ്പിയാണ്. ഒരു തവണയെങ്കിലും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി റെഡിയാക്കി എടുക്കുന്നതെന്ന്. പഴംപൊരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചിട്ട് ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. വെള്ളം ആദ്യം തന്നെ കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുത്താൽ മതി. അധികം ലൂസും ആയി പോകരുത്, അധികം ടൈറ്റും ആയി പോകരുത്. ഇത് കലക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഏതൊരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടതെന്ന്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കലക്കിയെടുക്കേണ്ടത്. നമ്മളിങ്ങനെ ആക്കുന്ന സമയത്ത് ഈ മാവ് മുറിഞ്ഞ് പോകണം, ആ ഒരു രീതിയിലാണ്. പിന്നെ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിന്, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു രീതിയിൽ കലക്കിയെടുത്താൽ മതി. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിതാ ഒരു 4 നേന്ത്രപ്പഴമാണ് എടുത്തിന്. അത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു നേന്ത്രപ്പഴത്തിനെ ഇതുപോലെ നടുവിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാവുമ്പോൾ എണ്ണം കൂടുതൽ കിട്ടും കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനും എളുപ്പമാണ്. അധികം വലിയ പീസല്ലാണ്ട് ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇതെടുക്കുക. ഇതും കൂടെ ചേർത്തിട്ട് പഴം പൊരിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ തേങ്ങ ചിരകിയത് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇത് എടുക്കുമ്പോഴാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാവുമല്ലോ, ബ്രെഡ് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. അങ്ങനെയും ഇത് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററും അതുപോലെ പഴവും പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴത്തിൽ നിന്നും ഓരോ പഴവും എടുത്തിട്ട് ആ ഒരു ബാറ്ററിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഡെസിക്കേറ്റഡ് കോക്കനറ്റിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ബാറ്ററിൽ നന്നായിട്ട് പഴത്തിൻ്റെ പീസ് മുക്കിയെടുക്കുക. അതിനുശേഷം ഡെസിക്കേറ്റഡ് കോക്കനറ്റിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് ആണെങ്കിൽ എടുക്കുന്നതെങ്കിൽ ബ്രെഡ് ക്രംസ് എടുത്താൽ മതി. അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം റെഡിയാക്കി എടുക്കുക. അങ്ങനെ കുറച്ച് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളത് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ എണ്ണ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ആ ഒരു പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടിലായിരിക്കുക. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കോക്കനട്ട് അതിൻ്റെ മുകളിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ ഈ ഒരു പഴംപൊരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോക്കനട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൽ കോട്ട് ചെയ്തെടുത്തത് കൊണ്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പഴംപൊരിക്ക്. പിന്നെ ഒരു കാര്യം, ചൂടോടെ തന്നെ ഇത് കഴിക്കരുത് കേട്ടോ. കുറച്ച് സമയം ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കുക, അതിന് ശേഷം കഴിക്കുക. ചൂടോടെ കഴിക്കുന്ന സമയത്ത് ഇതൊരു ഹാർഡ് പോലെ ഉണ്ടാവും. ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ എല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുകളിൽ ചെറുതായിട്ട് പഞ്ചസാര ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതുപോലെ പഞ്ചസാര വിതറി കൊടുത്താൽ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചൂട് ചായൻ്റെ കൂടെ ഈ ഒരു പഴംപൊരി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.